നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയ അബു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം അരമനയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തി. ഇരുവരും കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിനെ കാണുവാനായാണ് എത്തിയത്. മികച്ച വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനാണ് അരമനയിലെത്തിയതെന്ന് അബുവും ഷിബുവും പറഞ്ഞു. ആലുവ മൂന്നാർ രാജപാത, വന്യമൃഗശല്യം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന നിർദ്ദേശം ബിഷപ്പ് ഉന്നയിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം ഇരുവരും പറഞ്ഞു. കോതമംഗലത്തും കേരളത്തിലും തിളക്കമാർന്ന വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാനായിട്ട് കഴിഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടി വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മത്സരിച്ച 8 സീറ്റിൽ 7 സീറ്റിലും വിജയിച്ച് അഭിമാനത്തോടു കൂടിയാണ് പി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. കോതമംഗലം നിയോജകമണ്ഡലം അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഇവിടെ നമുക്കറിയാം, ആലുവ മൂന്നാർ രാജപാത നമ്മളുടെ വലിയ ആവശ്യമാണ്. അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ളത്. തീർച്ചയായി പിതാവുമായി സംസാരിച്ചപ്പോൾ കുടിയേറ്റ ജനതയുടെ വലിയ പ്രശ്നങ്ങൾ പിതാവ് ഷെയർ ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് കുടിയേറ്റ ജനത ഇന്ന് കുടിയേർക്കലിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ രാജപാത അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള വലിയ ശ്രമം UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായും ഈ കാര്യങ്ങളിലൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിന്നുകൊണ്ട് പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ കേരള കോൺഗ്രസ് പ്രസ്ഥാനവും ശക്തമായി ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് പിതാവിനെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വലിയ പിന്തുണയാണ് UDFന് കോതമംഗലത്ത് ലഭിച്ചത്. ചരിത്ര ഭൂരിപക്ഷമാണ് കോതമംഗലത്ത് നേടിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി UDF കോതമംഗലത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഭരണത്തിൽ നിന്നും കോതമംഗലത്തെയും കേരളത്തെയും രക്ഷിക്കുവാൻ വലിയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. ആ പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശത്തോടു കൂടി UDF മുന്നോട്ട് വന്നതുകൊണ്ടാണ് ചരിത്ര ഭൂരിപക്ഷത്തിന് കോതമംഗലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ജനങ്ങളുടെ വിജയമായി UDF ഇതിനെ കാണുകയും അതിനകത്ത് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ UDFൻ്റെ ഗവൺമെൻറ്റിൽ തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ സമ്മർദ്ദം നൽകണമെന്ന് പിതാവ് നിർദ്ദേശിക്കുകയുണ്ടായി. ഈ കാര്യത്തിലൊക്കെ എല്ലാവരുടെയും വലിയ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമെന്ന് പിതാവിന് വാക്കുകൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയം നേടുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പാർട്ടി മത്സരിച്ച 8 സീറ്റിൽ 7 സീറ്റും വിജയിച്ചു. കോതമംഗലത്തെ പിതാവിനെ വന്ന് കണ്ട് വിജയാഹ്ലാദം പങ്കുവയ്ക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനുമാണ് ഇന്നിവിടെ വന്നത്. കോതമംഗലത്തിൻ്റെ ബഹുമാന്യനായ നിയുക്ത MLA ശ്രീ ഷിബു തെക്കുംപുറവും ഇന്നിവിടെ ഉണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള വർഷങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനനന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു ഉപദേശമാണ് പിതാവ് തന്നത്. തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം ഈ തവണ UDFനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.